ഹായ് വ്യൂവേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വേഗം ഒന്ന് ടെസ്റ്റിമോണിയൽസ് നോക്കാം. തസ്ലീമ ബാവ നമ്മുടെ തലശ്ശേരി ബീഫ് ബിരിയാണി റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഈ നല്ല രസമുള്ള ഫോട്ടോ അയച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും കിട്ടാറില്ല ഇവിടെ കേട്ടോ നല്ല ബീഫ്, അതുകൊണ്ട് എനിക്കിത് കണ്ടിട്ട് കൊതിയാവണുണ്ട്. താങ്ക്സ്. നിങ്ങൾ റെസിപ്പീസ് ട്രൈ ചെയ്താൽ മറക്കാതെ എനിക്കൊരു ഫോട്ടോ അയക്കണം. ഫോട്ടോ അയക്കേണ്ട ഇമെയിൽ അഡ്രസ് recipesarsimple@gmail.com. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു തോരനാണ് പടവലങ്ങ തോരൻ. ഉണ്ടാക്കാൻ ഒരുപാട് എളുപ്പമാണ്. അത് ടേബിളിൽ ഇരിക്കുന്ന നല്ല ബ്രൈറ്റ് ഗ്രീൻ കളർ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് വേഗം നോക്കാം. ഇവിടെ കിട്ടുന്ന ഈ വലിയ സൈസുള്ള പടവലങ്ങയാണ്, അതുകൊണ്ട് ഒരെണ്ണം മതി. ചെറുതാണെങ്കിൽ 2 വേണം കേട്ടോ. പിന്നെ വലിയ പടവലങ്ങ ആയതുകൊണ്ട് ഞാൻ 3 പീസായിട്ട് ഇതുപോലെ മുറിച്ചിട്ട് എന്നിട്ടാണ് പീൽ ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട്. പീൽ ചെയ്തതിന് ശേഷം നമുക്കിത് പകുതിയായിട്ട് മുറിക്കുക ഓരോ പീസ്. എന്നിട്ട് ആ നടുക്കത്തെ കുരു ഒന്ന് പതുക്കനെ സ്കൂപ്പ് ചെയ്ത് മാറ്റിക്കളയണം. പീൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പടവലങ്ങ കഴുകിയിരുന്നു. ഞാൻ ഈ കുരുവൊക്കെ ഒന്ന് സ്കൂപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകാറുണ്ട് സാധാരണ. ഇനി നമുക്കിത് ചെറുതായിട്ട് ഡൈസ് ചെയ്തെടുക്കണം. ഞാൻ വളരെ ചെറിയ ഡൈസായിട്ടാണ് ചോപ്പ് ചെയ്യണത്. ഇതുപോലെ അങ്ങനെ നമ്മുടെ പടവലങ്ങ ചോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു അല്ലി വെളുത്തുള്ളി, പിന്നെ 2-3 ചുമന്നുള്ളി, പിന്നെ ഒരു തണ്ട് അല്ലെങ്കിൽ 1.5 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞതുമുണ്ട്. ഇതൊക്കെ ചേർത്ത് ചെറിയ മിക്സി ജാറിൽ ഒന്ന് ചതച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് ഒന്നും കൂടി ചതച്ചെടുക്കണം. പേസ്റ്റൊന്നും ആവരുത്. നമ്മുടെ തോരന് തേങ്ങ അതുപോലെ തന്നെ ഗ്രേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും മിക്സിയിലിട്ട് ഇതുപോലെ ചതച്ചെടുക്കുമ്പോൾ ഫ്ലേവറും കളറും ഒന്നും കൂടി നന്നായിരിക്കും. അപ്പോൾ ആ തേങ്ങയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു പച്ചക്കളറായിരിക്കും ആ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഉള്ള കാരണം. ഇനി ചീനച്ചട്ടിയിൽ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. ഈ കടുക് പൊട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് പൊട്ടിച്ച കഷ്ണങ്ങൾ ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിന്ന് ഇവിടെ ചേർക്കണില്ല. എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ആ പടവലങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. തീ കൂട്ടി വെച്ചിരിക്കുകയാണ്. ആ നല്ല ചൂടിൽ കിടന്ന് നന്നായിട്ടൊന്ന് 10-15 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കണം. കളറൊന്ന് മാറി തുടങ്ങും. കൂടുതൽ സോഫ്റ്റായി പോകണ്ട. കളറൊന്ന് മാറി തുടങ്ങിയാൽ നമുക്ക് ഈ നടുക്ക് ഒരു സ്പേസ് ഉണ്ടാക്കാം നമ്മുടെ തേങ്ങാക്കൂട്ട് ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ ചീര തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ ഇതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ച തേങ്ങാക്കൂട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ആ പടവലങ്ങ ഇതിൻ്റെ മുകളിൽ മൂടി ഒന്ന് ആവി കയറ്റാൻ പോവുകയാണ്. തീ കുറച്ച് മൂടി വെച്ചതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് ഇത് കുക്ക് ചെയ്യണം. ഒരു മിനിറ്റ് കഴിഞ്ഞു. തുറന്ന് നോക്കുമ്പോൾ കളറൊന്നും കൂടി ആ സ്റ്റീം കാരണം പച്ച കളർ കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന്. ഇനി വീണ്ടും തീ കൂട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സായി കിട്ടണം. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പടവലങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്.
കറക്റ്റിന് വേവ് ആയിട്ടുണ്ട്. കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു ഫ്രഷ് കുറച്ചൊരു ക്രഞ്ച് ബാക്കി നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഹെൽത്ത് റീസൺസിനും അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നല്ല ചോറും നല്ല മോര് കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് കൂട്ടി കഴിക്കാം. എനിക്കിത് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ കളറാണ് ഒരു പ്രത്യേക നല്ല പച്ച കളർ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം കിട്ടും. അപ്പോൾ ഇന്ന് ഈ എളുപ്പമുള്ള വെജിറ്റേറിയൻ ഡിഷായിരുന്നു. വെജിറ്റേറിയൻ ഡിഷസ് ഇടുമ്പോൾ വ്യൂസ് ഭയങ്കര കുറവാണ്, അതാണ് എനിക്ക് ഇടാനൊരു മടി. പക്ഷേ ഇനി തൊട്ട് കൂടുതൽ ഇടാൻ ശ്രമിക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ പടവലങ്ങ തോരൻ ഉണ്ടാക്കി നോക്കൂലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.